ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ സാലറി എന്ന് പറയുന്നത് ഏകദേശം ഒരു 25,000 rupees ആണ്. ദുബായ് അല്ലെങ്കിൽ ഒരു മിഡിൽ ഈസ്റ്റ് പോലുള്ള രാജ്യങ്ങളിലാണെങ്കിൽ ഒരു 5,000 dirhams, ഏകദേശം ഒരു 1 lakhന്റെ മുകളിലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിന്റെ സാലറി. ഒരു വീഡിയോ സീരീസ് നിങ്ങൾ ഫുള്ള് വാച്ച് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഫുള്ള് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നും അതിൽ എങ്ങനെയാണ് ഒരു ജോബ് കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നെ കുറിച്ചൊരു നല്ലൊരു ഐഡിയ കിട്ടും. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് സാലിഹ്. ഞാൻ കഴിഞ്ഞ ഒരു 15 വർഷത്തോളമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു മേഖലയാണ്. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏതൊരാൾക്കും പഠിക്കാൻ പറ്റും. നിങ്ങളൊരു ഡിഗ്രി ഉള്ളവരോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ഉള്ളവരോ അല്ലെങ്കിൽ ഈവൻ +2 കഴിഞ്ഞവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് ജോബ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ ഓൺ ബിസിനസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ ഓൺലൈനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സെല്ല് ചെയ്യണം, അതിനെല്ലാത്തിനും നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ആവശ്യം വരും. ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ സാലറി എന്ന് പറയുന്നത് ഏകദേശം ഒരു 25,000 rupees ആണ്. ഇനിയിപ്പോൾ ദുബായ് അല്ലെങ്കിൽ ഒരു മിഡിൽ ഈസ്റ്റ് പോലുള്ള രാജ്യങ്ങളിലാണെങ്കിൽ ഒരു 5,000 dirhams, ഏകദേശം ഒരു 1 lakhന്റെ മുകളിലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിൻ്റെ സാലറി എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇന്ന് IT കമ്പനീസിൽ മാത്രമല്ല ഉള്ളത്, എല്ലാ കമ്പനീസിലും അവരുടെ തന്നെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. അതായത് അവരുടെ കമ്പനീസിന് വേണ്ടിയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ അവർ എല്ലാ കമ്പനീസും, ഇപ്പോൾ വലിയ വലിയ കമ്പനീസ് എല്ലാവരും തന്നെ അതിന് വെക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു IT കമ്പനി ആവണമെന്ന് തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നൊരു മേഖലയാണ്. അപ്പോൾ എന്താണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൺലൈൻ വഴി ചെയ്യുന്ന മാർക്കറ്റിങ്ങിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 4 കാര്യങ്ങളാണ്. ഒന്ന് SEO അഥവാ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, 2 SCM സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, 3 സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അഥവാ SM, അതുപോലെ ഇമെയിൽ മാർക്കറ്റിംഗ് നമുക്കതിലൊരു ടൈപ്പായിട്ട് പറയാം. ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ചൊരു വീഡിയോ സീരീസ് ആണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വീഡിയോ സീരീസ് നിങ്ങൾ ഫുള്ള് വാച്ച് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഫുള്ള് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നും അതിൽ എങ്ങനെയാണ് ഒരു ജോബ് കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നെ കുറിച്ചൊരു നല്ലൊരു ഐഡിയ കിട്ടും. അത് നിങ്ങളുടെ ഓൺ ബിസിനസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആവാൻ വേണ്ടിയിട്ട് ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും അടുത്ത വീഡിയോസിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം, നമ്മൾ അതിനെന്തായാലും റിപ്ലൈ ചെയ്യാം. താങ്ക് യു.